CPM-ന്റെ സംസ്ഥാന സമ്മേളനം നടക്കുന്ന കാലമാണ്. ഇന്ന് പ്രതിനിധി സമ്മേളനം ആരംഭിക്കുന്ന ദിവസമാണ്. ഈ സമ്മേളനത്തിലും ചർച്ച ചെയ്യുന്നത് പ്രായം എന്നതാണ്. ഞാനിപ്പോൾ അതേപ്പറ്റി ഒന്നും സംസ്ഥാന സമ്മേളനത്തെ പറ്റി ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ അതിൻ്റെ ഡെലിഗേറ്റല്ല, ഞാനവിടെ പ്രത്യേക ക്ഷണിതാവുമല്ല. അതുകൊണ്ട് എനിക്കതേപ്പറ്റി ഒന്നും പറയണം. പ്രായത്തെപ്പറ്റിയുള്ള എൻ്റെ അഭിപ്രായം ഞാൻ നേരത്തെ പറഞ്ഞു. പ്രായമല്ല ആത്യന്തികമായ മാനദണ്ഡം. പിന്നെയോ കർമ്മശേഷിയാണ്, രാഷ്ട്രീയമായിട്ടുള്ള പ്രതിബദ്ധതയാണ്, ഉള്ള കഴിവാണ്. പക്ഷെ പാർട്ടിയുടെ തീരുമാനം എടുത്തപ്പോൾ ആദ്യം തന്നെ ഞാൻ എഴുതി കൊടുത്തു. കോടിയേരി ബാലകൃഷ്ണൻ സെക്രട്ടറിയാണ്, എന്നെ ഒഴിവാക്കി. ഞാനതനുസരിച്ചു. മറ്റാരും വരുന്നതിന് മുമ്പ് ഞാൻ എഴുതി കൊടുത്തു. എനിക്ക് 75 ആയില്ല, ഒരു ടൈം വേണമെന്ന് ഞാൻ പറയാനേ പോയില്ല. അപ്പോൾ അതൊക്കെ ചരിത്രമാണ്. ഇവിടെ സംസ്ഥാന സമ്മേളനത്തെ പറ്റിയോ അവിടെ നടക്കുന്ന കാര്യങ്ങളെ പറ്റിയൊന്നും ഇപ്പം ഈ പറയുന്ന എന്താ പറയുന്നത് ഈ മർക്കട മുഷ്ടിയുടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിൻ്റെ ആവശ്യമില്ല. അതേപ്പറ്റി ഒന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതേപ്പറ്റി ഞാൻ കഴിഞ്ഞ ദിവസം മാത്രമേ പറഞ്ഞു. മൂന്നാം തവണയും പിണറായി സർക്കാർ, മൂന്നാം സമയം ഇടതുപക്ഷ മുന്നണി സർക്കാർ വരുന്നതിനുള്ള പരിശ്രമങ്ങളാണ് നടക്കുന്നത്. അത് വിജയിച്ചാൽ വരും. അങ്ങനെ വരുമ്പോൾ പാർട്ടി തീരുമാനിക്കുകയാണ് മൂന്നാമതും പിണറായി വിജയൻ മുഖ്യമന്ത്രിയാവണം തീരുമാനിക്കുകയാണെങ്കിൽ ഞാനതിനെ സ്വാഗതം ചെയ്യും. ഞാൻ അങ്ങനെയാണ് തീരുമാനിക്കുകയാണെങ്കിൽ സ്വാഗതം ചെയ്യും. അതറിയില്ല, അതിനെപ്പറ്റി ഒന്നും കേട്ടില്ല. പാർട്ടിയിലെ സ്ഥാനങ്ങൾക്കാണ് പാർട്ടിയിലെ സ്ഥാനങ്ങളാണ് 75 വയസ്സ്. പാർലമെന്റ് സ്ഥാനങ്ങൾക്ക് ആ വയസ്സ് അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷെ 2 ടേമെന്ന് പറഞ്ഞിട്ടുണ്ട്. 75 പകരം അതിനവിടെ 2 ടേമാണ്. പാർട്ടിയിൽ 3 ടേമാണ്. അപ്പോൾ അവിടെയാണ് 75 വയസ്സ് പാർട്ടി സ്ഥാനങ്ങൾക്കാണ്. ഇത് പാർട്ടിക്ക് എങ്ങനെ എവിടെയും തീരുമാനിക്കാം. ഇതൊന്നും ഭരണഘടനയിലുള്ളതല്ലല്ലോ, പാർട്ടി ഉണ്ടാക്കുന്ന ചട്ടങ്ങളാണ്. ഇന്ന് അധികാരമുണ്ട്. പ്രായപരിധി കഴിഞ്ഞ് മാറ്റി നിർത്തുന്ന ആളുകൾക്ക് വേറെ ഉത്തരവാദിത്തങ്ങൾ നൽകുമെന്നാണ് പാർട്ടി സെക്രട്ടറി ഇത് പറഞ്ഞത്. അതെ, പാർട്ടി സെക്രട്ടറി പറയുന്നത് വിശ്വസിക്കുക. എപ്പോഴെങ്കിലും നൽകുമായിരിക്കും. നൽകിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കാരണം 60 വർഷം പ്രവർത്തിച്ചല്ലേ, പോലെ അതുപോലെ ഇപ്പോഴും പോകുന്ന എല്ലാ സമ്മേളനങ്ങളിലും പാർട്ടിയുടെ രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രവും പറയുന്നത്. ഞാനല്ലാതെ ആരും ജില്ലയിൽ പറയുന്നില്ലല്ലോ. അത് മനസ്സിലാക്കാത്ത പത്രലേഖകന്മാർ വളച്ചു കെട്ടി പറയുന്നുണ്ട്. അവർക്കറിയാത്തതുകൊണ്ടാണ്. അവരെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. പാർട്ടിയിൽ തന്നെ പലർക്കും ഇത് മനസ്സിലാവുന്നില്ല, പിന്നെ പാർട്ടിക്ക് വെളിയിൽ മനസ്സിലാവും. കുറച്ചുപേര് പുതിയ തലമുറയിലുണ്ടല്ലോ ഇതൊക്കെ മനസ്സിലാവാത്തവർ. അവരിതൊക്കെ ഇവിടെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ആരെയും കളയാനല്ല, തിരുത്തേണ്ടവര്. ശേഷി ഒരു മാനദണ്ഡമാക്കുകയും പ്രായത്തിനപ്പുറത്തേക്ക് അവരുടെ ശേഷി ഉപയോഗപ്പെടുത്തുകയും ചെയ്യേണ്ടതല്ലേ പാർട്ടി? അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പ്രായമല്ലാത്തതുമായിട്ടുള്ളത് കർമ്മശേഷിയും രാഷ്ട്രീയ ബോധവുമാണ്. പക്ഷെ ഒരു മാനദണ്ഡം പാർട്ടി സ്ഥാനങ്ങൾ വഹിക്കാൻ തീരുമാനിച്ചു 75. അത് അംഗീകരിച്ച് ആദ്യം തന്നെ എഴുതി കൊടുത്തെന്നും പറഞ്ഞു. അതുകൊണ്ട് അവരിനി ഒന്നിനും കൊള്ളത്തില്ല എന്ന് പറയാൻ പറ്റുമോ? പാർട്ടിയുടെ കമ്മിറ്റികളിലേക്ക് എടുക്കേണ്ടെന്നല്ലേ ഉള്ളൂ. അത് വേണ്ട, പുതിയ ആൾക്കാരെ എടുത്തോട്ടെ, എന്നിട്ട് അവരുടെ പ്രവർത്തനം പരിശോധിക്കട്ടെ. പക്ഷെ അവരെ ഒന്നിനും കൊള്ളാറില്ല എന്ന് പറയാൻ ഒക്കത്തില്ല. അവർ വേറെ ഈ രാജ്യത്ത് നാട്ടുകാർ മുഴുവൻ വിളിച്ച് പൊതുവേദികളിൽ ഇരുത്തുക. പാർട്ടി വേദി അല്ലെന്നേ ഉള്ളൂ. പാർട്ടിക്കാർ തന്നെ വിളിച്ച് പൊതുവേദിയുണ്ട്, ലൈബ്രറി ഉണ്ട്, സെമിനാറുകളുണ്ട്, എന്തെല്ലാം ഉണ്ട്.